ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ബ്ലോക്ക് 1 അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടായ യൂണിറ്റ് 1 ആണ് എടുത്തത്. ഇന്ന് നമുക്ക് ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 2 അതിൻ്റെ സമ്മറിയും അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനലൈസ് ചെയ്യാം. സമ്മറി. ഇൻട്രൊഡക്ഷൻ. National idealism refers to an attitude of reverence and respect for the nation, emphasizing cultural cohesion and spiritual values. It involves reawakening the nation, idealizing it, and prioritizing the spiritual over the material. This outlook recognizes the harmony and interconnectedness of all life, derived from ancient Indian wisdom traditions. Key figures like Swami Vivekananda exemplified this idealism, contributing to India's national awakening. നാഷണൽ ഐഡിയാലിസം എന്നത് ദേശീയ ആദർശവാദമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നേഷനോട് കാണിക്കുന്ന റെസ്പെക്റ്റിനെ കുറിച്ചിട്ടും റെവറൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നൽകുന്ന മറ്റൊരു ആസ്പെക്റ്റാണ് സ്പിരിച്വൽ വാല്യൂസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയവും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ആത്മീയവും സാമൂഹികമായിട്ടുള്ള വാല്യൂസിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ ഒന്നും കൂടി ഒന്ന് പുനർജീവിപ്പിക്കാനായിട്ടും പിന്നെ എന്താ പറയുക കുറച്ചും കൂടി ആത്മീയതയിലേക്ക് വളരുവാനൊക്കെ ആയിട്ടാണ് അന്നുള്ള കുറേ അധികം വ്യക്തികൾ നോക്കിയിരുന്നത്. അതിൽ എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദ. അപ്പോൾ ഈ ഒരു കുറച്ച് കീ ഫിഗേഴ്സും കുറച്ച് കീ ഫാക്ടേഴ്സും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. Swami Vivekananda's life and teachings. Swami Vivekananda was a key figure in modern Indian history, known for his contributions to Indian spirituality, culture, and nationalism. Born as Narendranath Datta, he was a brilliant student who later became a disciple of Sri Ramakrishna. After his guru's death, Vivekananda founded the Ramakrishna Mission and traveled extensively, spreading his teachings and promoting interfaith harmony. ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ നാഷണാലിറ്റി ഇതിനൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്വാമി വിവേകാനന്ദ. കാരണം അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഇന്ത്യയിൽ. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിലാണ്. പിന്നീട് അദ്ദേഹം ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ശ്രീരാമകൃഷ്ണ എന്ന ഒരു വലിയൊരു ഗുരു ഉണ്ട്, ആ ഗുരുവിൻ്റെ ഒരു ശിഷ്യനായി മാറുകയായിരുന്നു ചെയ്തത്. ഇനി ശ്രീരാമകൃഷ്ണ മരിച്ചതിന് ശേഷം വിവേകാനന്ദ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് രാമകൃഷ്ണ മിഷൻ. ഓക്കെ. സ്വാമി വിവേകാനന്ദ ധാരാളം യാത്രകൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യാത്രകളുടെ ഉദ്ദേശം. മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തു പറയാനുള്ള കാര്യം മതങ്ങളെല്ലാം ഒന്നായി കാണുക എന്നതായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഐക്യത്തിനെയാണ് അദ്ദേഹം കൂടുതലും പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. ഇൻ്റർഫെയ്ത്ത് എന്നുള്ള വാക്ക് തന്നെ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Key takeaways from his speeches: religious harmony, unity and tolerance. Swami Vivekananda emphasized the importance of accepting and respecting different faiths and paths, highlighting the unity and interconnectedness of all life. Indian spirituality and culture. He showcased Indian spirituality and culture to the West, restoring national pride and promoting a sense of self-respect and self-esteem among Indians. Social and economic upliftment. Vivekananda stressed the need for bread, education and social justice, criticizing the exploitation of India's poor and marginalized. ഇവിടെ സ്വാമി വിവേകാനന്ദ അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളിൽ കൂടെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ്: റിലീജിയസ് ഹാർമണി, യൂണിറ്റി ആൻഡ് ടോളറൻസ്. അതുപോലെ എല്ലാ റിലീജിയസിനെയും എല്ലാ ഫെയ്ത്തിനെയും എല്ലാ
വിശ്വാസങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതുപോലെ യൂണിറ്റി, പിന്നെ എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ എങ്ങനെയാണ് സഹിഷ്ണുത പാലിക്കേണ്ടത്, അപ്പോൾ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പിന്നെയും നമ്മൾ കാണുന്നത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ സൈഡുകളിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി സ്പ്രെഡ് ആകുന്നതും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്പിരിച്വാലിറ്റിയെ. ഇന്ത്യയിൽ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഭക്ഷണം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, ഇതിൻ്റെയൊക്കെ ആവശ്യകതയെ കുറിച്ചിട്ട് അദ്ദേഹം ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇദ്ദേഹം വിമർശിക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഒരു പോവേർട്ടി, ദാരിദ്ര്യം, അതിനെയൊക്കെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ലെഗസി. Swami Vivekananda's teachings continue to inspire people worldwide, promoting interfaith harmony, social justice, and spiritual growth. His legacy serves as a reminder of the importance of tolerance, acceptance, and compassion in building a more harmonious and equitable society. സ്വാമി വിവേകാനന്ദാസ് ടീച്ചിങ്സ് അദ്ദേഹം വേൾഡ് വൈഡ് മൊത്തം ലോകം ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ആ ടീച്ചിങ്സ് വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന ഒന്നായിരുന്നു. അദ്ദേഹം കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഹാർമണി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം ഒത്തിരി അധികം ടോളറൻസ് ചെയ്യുന്ന, അധികം ഇമ്പോർട്ടൻസ് നൽകുന്ന മറ്റ് വാല്യൂസാണ് ടോളറൻസ്, അക്സെപ്റ്റൻസ്, കമ്പാഷൻ എന്നീ കാര്യങ്ങൾ. ഓക്കെ. Sri Aurobindo's life and works. Sir Aurobindo was a multifaceted genius, a politician, social critic, educationist, philosopher, poet, and yogi. His life can be divided into 4 periods: England, Baroda, Calcutta, and Pondicherry. He was a key figure in India's struggle for independence and later became a spiritual leader, founding the Sri Aurobindo's Ashram. Is India civilized? In this essay, Sri Aurobindo responds to critic William Archer's attack on Indian civilization. He argues that true happiness and progress come from a harmony of spirit, mind, and body, and that India's central conception of the eternal and spiritual growth sets it apart from Western materialism. ശ്രീ അരബിന്ദോ അദ്ദേഹത്തിൻ്റെ ലൈഫും വർക്ക്സുമാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും സോഷ്യൽ ക്രിറ്റിക്, വിമർശകനും, എഡ്യൂക്കേഷനിസ്റ്റ്, അതുപോലെ തന്നെ ഫിലോസഫറും, പോയറ്റും, യോഗിയും എല്ലാം തന്നെയാണ്. ഒത്തിരി മേഖലകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അരബിന്ദോ. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് 4 പീരിയഡ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും: ഇംഗ്ലണ്ട്, ബറോഡ, കൽക്കട്ട ആൻഡ് പോണ്ടിച്ചേരി. ഇനി ഇൻഡിപെൻഡൻസിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ അരബിന്ദോയുടെ. അദ്ദേഹം ഫൗണ്ട് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ശ്രീ അരബിന്ദോസ് ആശ്രം. ഇന്ത്യ ഒരു സിവിലൈസ്ഡ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ട്, അല്ലെങ്കിൽ വില്യം ആർക്കർ ഇവിടെ ഇന്ത്യ സിവിലൈസ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ വിമർശിച്ച് പറയുമ്പോൾ അതിനെതിരെ നൽകുന്ന ഒത്തിരി മറുപടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. മീൻസ് അദ്ദേഹം വിമർശിച്ചുകൊണ്ട് ഇന്ത്യ സിവിലൈസ്ഡ് ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ലൈഫ് എന്ന് പറയുന്നതും ഹാർമണി ഓഫ് സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി, ഇതാണ് മെയിനായിട്ടും ഒരു വ്യക്തിയുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ, ട്രൂ ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്രോഗ്രസ്സിനെ സഹായിക്കുന്നത് എന്നാണ് ഇവിടെ അരബിന്ദോ പറയുന്നത്. ഇന്ത്യ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇറ്റേണലും അതുപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിസത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത് എന്നുമാണ് അരബിന്ദോ ഇവിടെ പറയുന്നത്. കീ പോയിന്റ്സ്: സ്പിരിച്വാലിറ്റി, നെയിംലി മെറ്റീരിയലിസം. ശ്രീ അരബിന്ദോ emphasizes the importance of spirituality in Indian culture, contrasting it with Western materialism.
conflict between India and the West. He sees a clash between India's spiritual ideals and Western rationalism, with India needing to defend its culture and ideals. Aggressive spirituality. Sri Aurobindo advocates for an aggressive spirituality that promotes India's unique destiny as a world leader. Sri Aurobindo's essay is a powerful defense of Indian civilization and spirituality. He urges Indians to uphold their cultural ideals and promote spiritual growth, rather than imitating Western materialism. His vision for India's future is one of the leadership and guidance with India's spiritual heritage illuminating the world. ഇവിടെ ശ്രീ അരബിന്ദോ അദ്ദേഹം കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകുന്നത് സ്പിരിച്വാലിറ്റിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെസ്റ്റേൺ മെറ്റീരിയലിസവുമായിട്ട് സ്പിരിച്വാലിറ്റിയെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയും വെസ്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കൾച്ചറും ഐഡിയൽസും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒരു വേൾഡ് ലീഡർ എന്ന നിലയിൽ ശ്രീ അരബിന്ദോ അദ്ദേഹം ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. അദ്ദേഹം സ്പിരിച്വാലിറ്റി അത് അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അരബിന്ദോസ് എസ്സേസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാകട്ടെ പ്രസംഗങ്ങളാകട്ടെ എല്ലാതെയും കൂടെ അദ്ദേഹം എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്, ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അപ്ലിഫ്റ്റ് ഇദ്ദേഹം കാണുന്നത് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും ഒക്കെ സ്പിരിച്വാലിറ്റിയിൽ കൂടെയാണ്. അതേസമയം ഇദ്ദേഹം വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ ആ ഒരു മെറ്റീരിയലിസത്തിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വാലിറ്റി ആണ് എന്ന് നമുക്കിവിടെ കണക്കാക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മെയിനായിട്ടുള്ള ഒരു കോർ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്. Ananda Kendish Kumaraswamy's life and works. Ananda Kendish Kumaraswamy was a geologist, art scholar, collector, curator and philosopher. Born in Sri Lanka to a Tamil father and English mother, he was raised in English and later became a key figure in interpreting Indian art and culture to the West. Early life and career. Kumaraswamy's early career as a geologist took a significant turn when he discovered Singhale's art, leading him to shift focus to art scholarship. He became a nationalist, fighting against British imperialism, and wrote extensively on art, philosophy and religion. ഇപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് ആനന്ദ കെൻഡിഷ് കുമാരസ്വാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹത്തിൻ്റെ വർക്ക്സും. അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ്, ആർട്ട് സ്കോളർ, കളക്ടർ, ക്യൂരേറ്റർ, ഫിലോസഫർ ഇതൊക്കെയാണ്. അദ്ദേഹം ജനിച്ചത് ശ്രീലങ്കയിൽ ഒരു തമിഴ് ഫാദറിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണ് അദ്ദേഹം ജനിച്ച് വളർന്നത്. അതേസമയം അമ്മ ഇംഗ്ലീഷുമാണ്. അപ്പോൾ അദ്ദേഹം വളർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം ശരിക്കും brought up. He was raised in England. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ആർട്ടും കൾച്ചറും ഇതൊക്കെ അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്യുക, കീ ഫിഗർ ഇൻ ഇൻ്റർപ്രറ്റിംഗ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. അദ്ദേഹം പിന്നീട് ലേറ്റർ ഹി ബിക്കേം എന്താ പറയുക ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി ഇന്ത്യൻ ആർട്ടും കൾച്ചറും ഒക്കെ, അതും വെസ്റ്റിലേക്കായിരുന്നു. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കരിയർ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒത്തിരിയധികം വർക്ക്സുകളുണ്ട്. പിന്നെ അദ്ദേഹം സിൻഹേൽസ് ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അദ്ദേഹം പഠിക്കുകയും അതുപോലെ അത് മുഖേനയാണ് പിന്നീട് അദ്ദേഹം ഒരു സ്കോളർഷിപ്പ് നേടാൻ, ഷിഫ്റ്റ് ഫോക്കസ്ഡ് ആർട്ട് സ്കോളർഷിപ്പ് അദ്ദേഹം നേടാൻ, മീൻസ് കലയിലോട്ട് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുടങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു നാഷണാലിസ്റ്റ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇമ്പീരിയാലിസം ആയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സൊക്കെ. എസ്പെഷ്യലി അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് ആർട്ടും ഫിലോസഫിയും റിലീജിയനൊക്കെയാണ് കേട്ടോ. Key contributions. Interpreting Indian art. Kumaraswamy's work helped to understand and appreciate Indian art,
challenging Western critics who saw it as grotesque and inferior, articulating Eastern arts. He worked tirelessly to articulate the spirit of Eastern arts to the world, emphasizing the importance of traditional craftsmanship and the need to preserve cultural heritage, philosophy, and spirituality. Kumaraswamy's writings explore the depths of Indian philosophy and spirituality, highlighting the significance of Varnashrama Dharma and the concept of nation building. ഇവിടെ അദ്ദേഹം വെസ്റ്റേൺ വിമർശകർ നമ്മുടെ ഇന്ത്യയുടെ കലയെയൊക്കെ ഒന്ന് കുറേ അധികം കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടൊക്കെ ഇരുന്നവരാണ്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് ഇവിടെ കുമാരസ്വാമി സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കലകളും റൈറ്റിങ്സും ഒക്കെ കാണിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജിനെ പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടയർലെസ്ലി ഒട്ടും തന്നെ ക്ഷീണം തോന്നാത്ത രീതിയിൽ അദ്ദേഹം ധാരാളം ഹാർഡ് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ്റ്റേൺ ആർട്സിനെ ലോകത്തോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത്. കുമാരസ്വാമിയുടെ എഴുത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിക്ക് അതുപോലെ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെ അധികം ആഴത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ റൈറ്റിങ്സും. ഇനി വർണ്ണാശ്രമ ധർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. The Dance of Shiva. In his essay, The Dance of Shiva, Kumaraswamy explains the significance of the Nataraja image depicting Shiva's cosmic dance. He elucidates the philosophical totality behind the image, revealing the 5 activities of Shiva: creation, preservation, destruction, veiling, and release. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ എന്ന് പറയുന്നത് ദ ഡാൻസ് ഓഫ് ശിവയാണ്. ഇതിൽ കുമാരസ്വാമി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഒരു 5 ഫേസസ് അല്ലെങ്കിൽ 5 ഇമേജസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 5 ആക്ടിവിറ്റീസ് ശിവയുടെ ഇതിൽ കാണുന്നുണ്ട്. ക്രിയേഷൻ, പ്രിസർവേഷൻ, ഡിസ്ട്രക്ഷൻ, വെയിലിംഗ് ആൻഡ് റിലീസ്. ഇന്ത്യൻ ആർട്ടിനെ legacy. Kumaraswamy's work has had a profound impact on our understanding of Indian art, philosophy, and culture. His writings continue to inspire new generation, offering insights into the richness and complexity of Eastern traditions. അപ്പോൾ ഈസ്റ്റേൺ ട്രഡീഷന് ഒത്തിരി അധികം ഇദ്ദേഹം കൊടുക്കുന്ന ഒരു ഇന്ത്യൻ ആർട്ടിനുള്ള പ്രാധാന്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റിങ്സിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ ജനറേഷനിൽ മാത്രമല്ല, കഴിഞ്ഞു പോയ ജനറേഷനിൽ മാത്രമല്ല, ഈ ഒരു പുതിയ ജനറേഷൻ, ഇനി വരുന്ന ജനറേഷൻസിനൊക്കെ ഇൻസ്പയർ ആകുന്ന രീതിയിലുള്ള വർക്ക്സുകളാണ് കുമാരസ്വാമി എഴുതിയിരിക്കുന്നത്. Conclusion. The 3 influential figures discussed, Swami Vivekananda, Sri Aurobindo, and Ananda Kumaraswamy, have made significant contributions to our understanding of Indian traditions, culture, and philosophy. While they have been criticized for their views on various issues, including nationalism, tradition, and women's rights, their work remain invaluable in promoting a deep understanding of India's rich heritage. ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന 3 പ്രധാന വ്യക്തികളാണ് സ്വാമി വിവേകാനന്ദ, ശ്രീ അരബിന്ദോ, ആനന്ദ കുമാരസ്വാമി എന്നീ വ്യക്തികൾ. അപ്പോൾ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചില്ലറയല്ല, വളരെയധികം വാല്യൂ നൽകുന്നതാണ്. അവർ കൊടുക്കുന്ന പ്രാധാന്യങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുറേയധികം സബ്ജക്ട്സുകൾ അവർ പ്രാധാന്യം നൽകുന്നുണ്ട്. The efforts to restore India's self-respect and dignity, challenge Western stereotypes, and promote cultural pride are noteworthy. As masters of the English language, they effectively communicated their ideas to a global audience, showcasing the depth and complexity of Indian thought. Ultimately, their legacy serves as a testimony to the importance of cultural preservation, self-reflection, and intellectual curiosity.
As we continue to navigate the complexities of our own time, their work remains a valuable resource for those seeking to understand and appreciate the richness of Indian traditions. നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്ര തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവർ നൽകിയിട്ടുള്ള പ്രാധാന്യം ഈ ഇന്ത്യൻ എന്ന നിലയ്ക്ക്, ഇന്ത്യൻസ് എന്ന നിലയ്ക്ക് ആ കൾച്ചറിനും അതുപോലെ അവരുടെ വർക്ക്സുകളാവട്ടെ അത്രയ്ക്കധികം പ്രാധാന്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ പാശ്ചാത്യരെ ഇവർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. കാരണം അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ, അവരുടെ ഒരു വിമർശനത്തെയൊക്കെ ഇവിടെ നിന്നും വെല്ലുവിളികളോടെയാണ് സ്വീകരിക്കുന്നതും ഇവരുടെ റൈറ്റിങ്സ് അതിനുള്ള മറുപടികളൊക്കെ നൽകുന്നുമുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.